ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ സാധാരണ ഒന്നുമില്ലാതെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ പണി തുടങ്ങിയത് ചോറ് വെക്കാനാണ് കേട്ടോ. ചോറ് വെക്കുന്നത് ഞങ്ങൾ കരണ്ടടുപ്പിലാണ് യൂഷ്വലായിട്ട് വെക്കാറ്. അത് മിൽക്ക് മെയ്ഡിൻ്റെ കപ്പിൽ 2 കപ്പ് അരി വെച്ചിട്ടാണ് വെക്കുക. അപ്പോൾ 2 നേരത്തേക്കും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ കറണ്ട് അടുപ്പിൽ തിളപ്പിച്ചിട്ട് സിമ്മാക്കി കുറച്ച് നേരം വേവിച്ചിട്ട് അതിന് ശേഷം ഞങ്ങൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യാം. പിന്നെ ഇറക്കി വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ അത് തുറന്ന് ചോറ് വാർക്കാറുള്ളത്. അങ്ങനെ ചോറ് ഒരു ഭാഗത്തുനിന്ന് ആവുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് മമ്പയർ ഉപ്പേരി പോലെ ആക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടി മമ്പയറെല്ലാം ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് വിസിലടുപ്പിച്ചു. 2 വിസിലടുപ്പിച്ചു. അപ്പോഴാണ് മീൻകാരൻ്റെ ഈ മൈക്കിൽ വിളിച്ച് പറയുന്നത് കേട്ടത്. അപ്പോൾ ഞങ്ങൾ ഓടി മീനൊക്കെ വാങ്ങാൻ പോകുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മീൻകാരൻ എത്തിയത്. മൂപ്പരടുത്ത് ഒരു 5-6 മീനുകളുണ്ടാവും, തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള മീനുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്നിടക്ക് മോള് വാശി പിടിച്ചായിരുന്നു, ഞാൻ എടുത്തിട്ട് പോവാം അമ്മ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവളെ കയ്യിലെല്ലാം കൊടുത്ത് പിന്നെ ഞാനത് നന്നാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നന്നാക്കുന്ന സമയത്തും അവൾക്ക് ഭയങ്കര വാശിയായിരുന്നു, അവൾക്കത് എടുത്ത് കളിക്കണം, മീനൊക്കെ നന്നാക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ മീനൊക്കെ ഇങ്ങനെ പതുക്കെ നന്നാക്കി എല്ലാം വൃത്തിയാക്കി എടുത്തു. അപ്പോൾ ഞങ്ങൾ ചിലവർ അതിൻ്റെ തലയൊന്നും എടുക്കാറില്ല, ഞങ്ങളത് മൊത്തം എടുക്കും കേട്ടോ. ആ തലേൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി ആ കണ്ണൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ കുക്ക് ചെയ്യാനാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഞാനത് മാറ്റി വെച്ചു. പിന്നെ ഞങ്ങൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മമ്പയറെല്ലാം വേവിച്ച് വെച്ച് നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചട്ടി വെച്ച് അതിലേക്ക് ഉള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് പിന്നെ കുറച്ച് തേങ്ങയും ഇട്ട് നല്ലോണം അത് മൂത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ വേവിച്ച് വെച്ചിട്ടുള്ള മമ്പയർ അതിലേക്ക് ഇട്ടു. അപ്പോൾ മമ്പയർ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടായിരുന്നു, എന്നാലും ഈ ഒരു ഉള്ളിയും ഇതൊക്കെ ഇടുമ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരിക്കും. പിന്നെ അതിലേക്ക് ഉള്ളിയിലിട്ട് കുറച്ച് നേരം മൂടി വെച്ചതിന് കഴിഞ്ഞാൽ വെന്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം ഫുൾ സെറ്റായി നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് മീൻകറിയാണ്. മീൻകറി എന്ന് പറയുമ്പോൾ യൂഷ്വലായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ചില സ്ഥലത്ത് തക്കാളി അധികം ഇടാറില്ല, കുടംപുളിയൊക്കെയാണ് ഇടുക. പക്ഷേ ഞാൻ ഇവിടെ തക്കാളി ഒരു 3 തക്കാളിയൊക്കെ എടുക്കും. വാളംപുളിയാണ് ഞാൻ യൂഷ്വലായിട്ട് ഇടാറ്. അത് കുറച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ എനിക്കിന്ന് കിട്ടിയത് വലിയ മത്തിയാണ്. അപ്പോൾ അതെല്ലാം കുക്ക് ചെയ്ത് കിട്ടിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 4 പേർക്ക് 4 മീൻ എന്നുള്ള എണ്ണത്തിൽ ഞങ്ങൾ മീൻ നല്ലോണം വരഞ്ഞെല്ലാം എടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മളെ മീൻ കറിയൊക്കെ റെഡിയായി. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു നല്ല എരിവും ഒരു പുളിയൊക്കെ ആയിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കാം. അതിന് ചെറിയുള്ളിയും പച്ചമുളകും പുളിയും ഉപ്പുമൊക്കെ ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടു. അതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാൽ അടിപൊളി ചമ്മന്തി റെഡിയാണ് കേട്ടോ. ഇത് മാത്രം മതി ചോറ് ഒരുപാട് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് കഴിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഇതൊക്കെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ചോറ് വിളമ്പി മമ്പയർ ഉപ്പേരിയും മീൻ കറിയും മീൻ പൊരിച്ചതും നമ്മൾ ഉണ്ടാക്കി വെച്ച ചമ്മന്തി കൂട്ടി കഴിക്കാൻ ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.